മച്ചാമാരെ, ഈ വീഡിയോ നമ്മുടെ നാട്ടിലുള്ള ഒരു കൊച്ചു ക്ഷേത്രമായ എരണ്ടത്ര നാഗരാജ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. 10ാം ഉദയ മഹോത്സവവും കാര്യങ്ങളൊക്കെ നടക്കായിരുന്നു. 2ാമത്തെ ദിവസം തൊട്ട് അമ്പലത്തിലുണ്ടായിട്ടാ. അമ്പലത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എടാ നിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ടായില്ല, അപ്പൊ എന്തായാലും ഇതൊരു കണ്ടന്റ് ആക്കി കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലും ശാന്തിക്കാരും കാര്യങ്ങളൊക്കെ അവരുടേതായ പണികളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സ്പോട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സദ്യയാണ്. സദ്യക്ക് പാചകക്കലവറയുമായി ബന്ധപ്പെട്ട് അരിയലും കാര്യങ്ങളും, അതേപോലെ തന്നെ ലേഡീസ് ആയിട്ടുള്ള ഒരു പുഷ്പം കിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇലയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത്, എന്തോ ഭാഗ്യത്തിന് ഇലയൊക്കെ കഴുകി നീറ്റായിട്ട് വന്നതുകൊണ്ട് ആ ഒരു പരിപാടി ഉണ്ടായില്ല. കറക്റ്റ് അളവിൽ മാത്രം കട്ട് ചെയ്താൽ മതിയായിരുന്നു. പാചകത്തിനാണെന്നുണ്ടെങ്കിൽ അന്യായ വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ആൾക്കാരുടെ സംസാരവും കാര്യങ്ങളൊക്കെ, സൗഹൃദങ്ങളൊക്കെ പുതുക്കണതും കുറച്ചും ഈ ഒരു നിമിഷത്തിലാണ്. പാചകത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് പായസം ഉണ്ടാ. ആ പായസത്തിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ പിഴിയണതാണ് മെയിൻ ഒരു ടാസ്ക്. അതിന് വേണ്ടിയിട്ട് നമ്മ കുറച്ച് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ വൈബായിട്ട് തന്നെ നിന്ന് നല്ല ഞെരിപ്പായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരണ്ടൽ മഹാമഹം നടക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് ചട്ടകമായിട്ട് അടുപ്പിൽ പോയിട്ട് 2 പിടി അങ്ങ് പിടിക്കും. അതൊക്കെ ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും അതിന്റെ ഇടയിൽ തേങ്ങ ചിരണ്ടൽ അവസാനിച്ചതിന് ശേഷം പിന്നെ തേങ്ങാപ്പാൽ പിഴിയലായിരുന്നു. 1ാം പാൽ അങ്ങ് മാറ്റി വെച്ചിട്ട് 2ാം പാൽ വേണം ആദ്യം ഒഴിക്കാനായിട്ട്. ടൈറ്റ് പിടിച്ച് തേങ്ങ പിടിയുടെ ഇടയിൽ നിക്കർ ഊരിപ്പോയ ചങ്ങാതിട നിക്കർ ഇടാൻ വരെ നമ്മുടെ ചങ്ങാതിമാര് സെറ്റായിട്ട് കൂടേണ്ട കേട്ടോ. അങ്ങനെ 1ാം പാലിന്റെ വരവിനായിട്ട് ഒരു കട്ടൻ ടീം അങ്ങോട്ട് കട്ടക്ക് ടൈറ്റ് ചെയ്ത് പിടിച്ചിരുന്നട്ടാ. 2ാം പാലിന് ആരിയ്ക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിൽക്കുന്നുണ്ട്. മിക്കവാറും നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എല്ലാം നമ്മ പറഞ്ഞ മാതിരി സെറ്റ് ആയിട്ടുണ്ടാ. 2ാം പാലിന് നമ്മ തന്നെ ഇരിക്കണം. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു കലാവിരുദ്ധം കാര്യങ്ങളൊക്കെ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്ത് പിടിച്ച് കൈയിന്റെ ഒരു ഊപ്പാടിളക്കേട്ടാ സത്യം പറയണമെന്നുണ്ടെങ്കിൽ. പാല് പിഴിയലൊക്കെ ഒരുവിധം അവസാനിച്ചപ്പോഴേക്കും നമ്മുടെ ചങ്ങാതി ഉറക്കമായിട്ടാ. എന്തായാലും ചങ്ങാതി ഉറങ്ങുന്ന ടൈമിൽ കൈവേദന മാറാനായിട്ട് ചട്ട കൊടുത്ത് 2 പിടി അങ്ങ് പിടിച്ച് പായസം ചെയ്തിട്ട് 2ാം പാലിന് ശേഷം 1ാം പാൽ ഒഴിച്ചിട്ടാ. അപ്പൊ എന്തായാലും ബാക്കി വീഡിയോയുമായി നാളെ കാണാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.